നമസ്കാരം. പത്തനംതിട്ട SP ആയിരിക്കുമ്പോഴും പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള AIGയുടെ ചുമതല വഹിക്കുമ്പോഴും നിരവധി കേസുകളിൽ അട്ടിമറി നടത്തിയ VG വിനോദ് കുമാർ തെറിച്ചു. 2 മാസത്തിനിടെ രണ്ടാം തവണയാണ് വിനോദിന് മാറ്റം. ജൂലൈ 24-നാണ് പത്തനംതിട്ട SP സ്ഥാനത്തു നിന്നും വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള AIG ആക്കിയത്. അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുടെ പേരിൽ ഇന്നലെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ SP ആയി മാറ്റിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എത്രയൊക്കെ റിപ്പോർട്ടുകൾ എതിരായി ചെന്നാലും വിനോദിനെതിരെ മാത്രമായി ഒരു നടപടിയും ഉണ്ടാകില്ല. മറ്റ് സ്ഥലമാറ്റങ്ങളുടെ കൂട്ടത്തിൽ കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ വിനോദിനെ സ്ഥലം മാറ്റണമെന്ന് റേഞ്ച് DIG അജിത ബീഗം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ വിനോദ് തന്റെ രക്ഷകനായ മന്ത്രി വാസവനെ ചെന്ന് കണ്ട് ഒറ്റയ്ക്ക് മാറ്റുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് മറ്റു ട്രാൻസ്ഫറുകൾക്കൊപ്പം വിനോദ് കുമാറിനെ മാറ്റിയത്. ഇന്നലെയും അതാണ് സംഭവിച്ചത്. പുറത്തുള്ളവർക്ക് ഇതൊരു അച്ചടക്ക നടപടി പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ചുള്ള മാറ്റത്തിന്റെ പട്ടികയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പത്തനംതിട്ട SP ആയിരിക്കുമ്പോൾ കോയിപ്രം കസ്റ്റഡി മർദ്ദനം, ആറന്മുള പോക്സോ അട്ടിമറി, വനിതാ SIയുടെ പോക്സോ കേസ് അട്ടിമറി, ശബരിമലയിലേക്കുള്ള ADGPയുടെ ട്രാക്ടർ യാത്ര, റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ കരിക്കിനേത്ത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കാൻ ശ്രമം നടത്തി തുടങ്ങി ഒരുപാട് സംഭവങ്ങളിൽ ആരോപണ വിധേയനായിരുന്നു. ആറന്മുള പോക്സോ അട്ടിമറി, കോയിപ്പുറം കസ്റ്റഡി മർദ്ദനം അട്ടിമറി എന്നിവയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുകയാണ്. 2 സംഭവങ്ങളിലും റാങ്കിൽ വിനോദിനേക്കാൾ കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഒരാൾ നോൺ IPS SP-യും മറ്റൊരാൾ DYSP-യുമാണ്. 2 പേരും ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ഇതേ ക്രൈംബ്രാഞ്ച് ADGP ക്രമസമാധാന ചുമതല കൂടി വഹിക്കുന്ന ഓഫീസിൽ AIG എന്ന തന്ത്രപ്രധാന പോസ്റ്റിലാണ് VG വിനോദ് കുമാർ ഇരുന്നത്. അതായത് തനിക്കെതിരായ ഏത് റിപ്പോർട്ടും ആദ്യം എത്തുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്. ആവശ്യമെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനും ഇദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് തനിക്കെതിരായ വനിതാ SI-മാരുടെ മൊഴിയും ഇദ്ദേഹത്തിന് ലഭിച്ചതും അതൊരു ഓൺലൈൻ പോർട്ടലിൽ വാർത്തയായതും. ഇക്കാര്യം മറുനാടൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിനോദ് കുമാർ പത്തനംതിട്ടയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് വനിതാ SI-മാർ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത്. ആ സമയത്ത് പേഴ്സണൽ ഫോണിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുവെന്നും SP-ക്കെതിരെ പോഷ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നുമായിരുന്നു ആവശ്യം. ഈ പരാതിന്മേൽ മൊഴിയെടുപ്പ് മാത്രം നടന്നു. തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്റെ പദവി ഉപയോഗിച്ച് വിനോദ് കുമാർ പരാതിക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തിരുവല്ലയിൽ സ്വന്തം വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ തന്റെ ഡ്രൈവറുടെ മൊഴി വാങ്ങി കേസെടുപ്പിച്ചതും വിവാദമായിരുന്നു. അപകടത്തിൽപ്പെട്ടയാൾ നേപ്പാൾ സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. ഇത് ജില്ലാ സി ബ്രാഞ്ച് DYSP അന്വേഷിച്ചു വരികയാണ്. VG വിനോദ് കുമാറിനെതിരായ ഒരു ആഭ്യന്തര അന്വേഷണത്തിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് അയക്കാൻ ഭയമുണ്ട്. മന്ത്രി വാസവന്റെ സംരക്ഷണമാണ് വിനോദ് കുമാറിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതെന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് എടുത്ത നിലപാടാണ് നിർണായകമായതെന്നാണ് സൂചന. നിരവധി വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന വിനോദിനെ തന്റെ ഓഫീസിൽ നിർണായക തസ്തികയിൽ ഇരുത്തിയിരിക്കുന്നതിലുള്ള അതൃപ്തി ADGP നേരിട്ട് മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അറിയിക്കുകയും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിനോദിനെ മാറ്റുകയുമായിരുന്നുവെന്നാണ് വിവരം.